ഇന്ന് അവിട്ടം ദിനമാണ്. ഇന്നും ഓണാഘോഷ തിരക്കുകളിലാണ് മലയാളി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. മൂന്നാം ഓണമാണ്, ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. സമീറിനും ആശംസകൾ. എന്താണ് അവിടെ അവിട്ടം സ്പെഷ്യൽ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. തീർച്ചയായും ആഘോഷ നിറവിൽ തന്നെയാണ് മലയാളികൾ. പൂരാടം കഴിഞ്ഞു, ഉത്രാടം കഴിഞ്ഞു, തിരുവോണം കഴിഞ്ഞു, ഇന്ന് അവിട്ടമാണ്. അവിട്ടം നാളിലും ആഘോഷത്തിന് ഒട്ടും കുറവില്ല. വിവിധ ഇടങ്ങളിൽ വിവിധ പല കലാപരിപാടികൾ, അതുപോലെ തന്നെ ആഘോഷങ്ങൾ. അങ്ങനെ ഓരോ മലയാളിയും ഓണാഘോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ്. വിവിധ പരിപാടികളുമായിക്കൊണ്ടാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ക്ഷേത്രങ്ങളിലും ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നല്ല ഭക്തജനത്തിരക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേൽശാന്തിയും അതുപോലെ തന്നെ വിശ്വാസികളുമൊക്കെ അതിൻ്റെ അകത്തളത്തിലേക്കാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കൂടുതൽ പേരെ കാണാനാവില്ല. പക്ഷേ നല്ല തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് രാവിലെ മുതൽ തന്നെ കാണാനാവുന്നുണ്ട്. നമുക്കിപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷമൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് പരിപാടി നമുക്കെല്ലാവർക്കും അറിയാം. ഓണം മലയാളിക്ക് പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഇന്നലെ അമ്പലത്തിൽ നിന്ന് തുടങ്ങി പായസം, സദ്യ, കൂട്ടായ്മ, അതും പല പല കൂട്ടായ്മകൾ, സന്തോഷത്തിൻ്റെ ഒരു കുറച്ച് ദിവസം ലീവിന് വരുന്ന കൂട്ടുകാർ. ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞ് ജനിച്ചു, ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി. എന്തുകൊണ്ടും സന്തോഷമുള്ള നാളുകളായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് 2 ദിവസം ഇനിയും ലീവുണ്ട്. ഇന്നും നാളെയായിട്ട് ലീവാണ്. അപ്പോൾ ഓണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവധി നാളുകളാണ്. ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ മൂഡിൽ തന്നെയാണ് നാടും നഗരവും. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ പല കലാപരിപാടികളും അതുപോലെ തന്നെ കായിക മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വാരാഘോഷം തുടരുകയാണ്. തലസ്ഥാന നഗരിയെ ഏറ്റവും ആകർഷകമാക്കുന്നത് അവിടെയാണ്. അവിടെ പതിനായിരങ്ങളാണ് ഇന്നലെയൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അവിടെ വിവിധ കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ മാവേലിക്കസ് എന്നുള്ള പേരിലാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബീച്ച്, അതുപോലെ തന്നെ മാനാഞ്ചിറ, ബട്ടോൾ ബീച്ച് തുടങ്ങിയിട്ടുള്ള വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് വിവിധ സ്റ്റേജുകളിലാണ് കലാപരിപാടികൾ പുരോഗമിക്കുന്നത്. അതും വർണ്ണാഭമായ കാഴ്ചയാണ് മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സന്നിധാനത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉത്രാട സദ്യയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് പേരാണ് അവിടെ പങ്കെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. മലയാളികൾ ഈ അവിട്ടം നാളിലും ആഘോഷത്തിൻ്റെ നിറവിലാണ്. നാടും നഗരവും ഓണാഘോഷത്തിൻ്റെ നിറവിലാണ്. മലയാളികൾ ഒന്നടങ്കം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നല്ല കെട്ടുറപ്പോട് കൂടെയുള്ള മലയാളികളുടെ ആ ഒരു ഒരുമയോട് കൂടെയുള്ള ഓണാഘോഷം പുരോഗമിക്കുകയാണ്. ഈ ദിവസത്തിലും ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. ക്രിസ്റ്റീന, പ്രീജിത്ത്.